മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ആരോഗ്യനിലയിൽ മാറ്റമില്ല, അത് അതീവ ഗുരുതരമായി തന്നെ തുടരുകയുമാണ് ഇപ്പോഴും. ആർ ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, BP ഒക്കെ എന്താണ് ശരിയായ രീതിയിലേക്ക് എത്തുന്നുണ്ട്, അപ്പോഴും ഈ പറയുന്ന അതീവ ഗുരുതരാവസ്ഥ എന്ന് പറയുന്ന അനിശ്ചിതാവസ്ഥ അങ്ങേയറ്റം തുടരുന്നുണ്ട്. എപ്പോഴാണ് ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബോർഡ് ചേരുക? എപ്പോഴാണ് ഇനി മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കേണ്ടതും? ശ്രീത്ത്. ഹാഷ്മി, ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില വിലയിരുത്തി. അതിനുശേഷമാണ് അല്പം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നൊരൊറ്റ വാചകം മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും സംഭവിച്ചിട്ടില്ല, അതേപോലെ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ മെഡിക്കൽ ബുള്ളറ്റിലൂടെ ഡോക്ടർമാർ പറയുന്നത്. ഡയാലിസിസ് അദ്ദേഹത്തിന് 72 മണിക്കൂർ ഡയാലിസിസ് ഇന്നലെ ആരംഭിച്ചതായിരുന്നു, അത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഡയാലിസിസ് നടത്തുന്നതിന് തടസ്സം നേരിട്ടു, അത് വീണ്ടും ഡയാലിസിസ് നടത്താനുള്ള ശ്രമം തുടരുകയാണ്. ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദ നില സാധാരണ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ഡയാലിസിസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. എന്തായാലും ഡയാലിസിസ് പുനരാരംഭിക്കാനുള്ള ശ്രമം ഡോക്ടർമാർ തുടരുന്നുണ്ടെന്നാണ് നമുക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. ആരോഗ്യനിലയിൽ മാറ്റമില്ല, VS ഗുരുതരമായി തന്നെ തുടരുന്നു. ഓക്കെ, ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് കേവലം വാർത്ത മാത്രമല്ല, അത് ഒരുപാട് കേരളം എന്താണ് ആകാംക്ഷാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്ന VS തിരികെ വരുമെന്ന് പ്രതീക്ഷയിലിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നേരത്തെ EP ജയരാജൻ, നേരത്തെ നമ്മൾ EP ജയരാജൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് VSനെ കാണാൻ വേണ്ടി എത്തിയതാണ്. ആരോഗ്യനിലയെ പറ്റി പറയേണ്ടത് ഡോക്ടർമാരാണ്, ബന്ധുക്കളോട് സംസാരിച്ചു എന്നൊക്കെ EP ജയരാജനും പറയുന്നുള്ളൂ. അതിനിടയിലാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഒറ്റ വരി മാത്രമേ ഉള്ളൂ, VSൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ.